കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടി പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ തുടരുകയാണ്. പുഴയിൽ മൺകൂനക്കരികെ ഇറങ്ങിയാണ് പരിശോധന. നാവികസേനയും മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരുമായ മാൽപേ സംഘവും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. പുഴയിലേക്ക് ഇറങ്ങിയ ഈശ്വർ മാൽപേയുടെ ശരീരത്തിൽ കെട്ടിയ വടം പൊട്ടി. ഒഴുക്കിൽപ്പെട്ട ഇയാളെ നാവിക സംഘമാണ് രക്ഷപ്പെടുത്തിയത്. 3-ാം തവണ മുങ്ങിപ്പോയപ്പോഴാണ് ശരീരവുമായി ബന്ധിപ്പിച്ചിരുന്ന വടം പൊട്ടിയത്. 100 മീറ്ററോളം ദൂരം ഇദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു. ഐബോർഡ് പരിശോധനയിൽ ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയ സ്ഥലത്താണ് പരിശോധന. പുഴയിൽ ശക്തമായ അടിയൊഴുക്കാണ്. തിരച്ചിലിനായി മുളകൾ എത്തിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് മാൽപേ സംഘം അങ്കോലയിലെത്തിയത്. ഉടുപ്പിക്കടുത്ത് മാൽപേ എന്ന സ്ഥലത്തു നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണിവർ. മത്സ്യത്തൊഴിലാളികളായ ഇവർ 1000-ലധികം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നാവികസേനയുമായി സഹകരിച്ചാണ് ഇവർ അങ്കോലയിൽ പ്രവർത്തിക്കുന്നത്. നാവികസേനയുടെ കർണാടക മേഖലാ കമാൻഡിംഗ് ഓഫീസർ റിയൽ അഡ്മിറൽ KM രാമകൃഷ്ണ ശിരൂരിലെ അപകടസ്ഥലത്തെത്തും. അദ്ദേഹം ഉദ്യോഗസ്ഥരെയും കേരളത്തിൽ നിന്നുള്ള MLA-മാരെയും കാണും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അങ്കോല IBയിൽ വെച്ചായിരിക്കും MLA-മാരെ കാണുക. അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് എത്തിച്ചാണ് മൺകൂന് കരികെ ഇവരെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നാവികസേനയും മത്സ്യത്തൊഴിലാളികളും ഇവരുടെ കൂടെയുണ്ട്. 12 ദിവസമായി തുടരുന്ന ദൗത്യത്തിൽ ആദ്യമായാണ് പുഴയിലിറങ്ങിയ തിരച്ചിൽ നടത്തുന്നത്. ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അർജുന്റെ ലോറി 132 മീറ്റർ അകലെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാബിൻ തകർന്നിരിക്കാനാണ് സാധ്യത. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ശിരൂരിലേത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണെന്നാണ് ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞത്. പുഴയിൽ 3 ബോട്ടുകളിൽ പോയി നങ്കൂരമിട്ടാകും പരിശോധന എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അടിയൊഴുക്കിനൊപ്പം ചെളിയും മൂടി നിൽക്കുന്നത് വലിയ വെല്ലുവിളിയെന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കി. പുഴയുടെ അടിത്തട്ടിലേക്ക് പോയാൽ ഒന്നും കാണാനാകില്ലെന്നും കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോഹഭാഗം ഏതാണെന്നും തിരിച്ചറിയുകയെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. റഡാറിൽ തെളിഞ്ഞ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്തുമെന്നും വെള്ളത്തിൽ 100 അടി വരെ താഴെ പോയി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചിട്ടുണ്ടെന്നും ഈശ്വർ മാൽപേ പറഞ്ഞിട്ടുണ്ട്.